4-ാം ദിവസം ലളിതം. വായിച്ച ഒരു കഥ ഇപ്രകാരമാണ്. പണ്ടൊരിക്കൽ മഹാനഗരത്തിൻ്റെ കിഴക്കേ നടയിൽ മാർബിളിൽ തീർത്ത ഒരു സിംഹാസനം ഉണ്ടായിരുന്നു. ആ സിംഹാസനത്തിലിരുന്ന് വലത് കണ്ണിൽ കാഴ്ചയില്ലാത്ത 1000 രാജാക്കന്മാരും ഇടത് കണ്ണിൽ കാഴ്ചയില്ലാത്ത 1000 രാജാക്കന്മാരും ദൈവത്തോട് ആവശ്യപ്പെട്ടു, ദൈവമേ, നീ പ്രത്യക്ഷപ്പെടുക, ഞങ്ങൾ നിന്നെ കാണട്ടെ. പക്ഷേ അവരാരും ദൈവത്തെ കണ്ടില്ല. രാജാക്കന്മാർ മരിച്ചപ്പോൾ വിശന്നു വലഞ്ഞ ഒരു നഗ്നപാതനായ ദരിദ്രൻ ആ സിംഹാസനത്തിലിരുന്ന് മന്ത്രിച്ചു, ദൈവമേ, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ പോലും നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ സർവശക്തനായ അങ്ങേ എങ്ങനെ ദർശിക്കും? ദൈവമേ, ദയ തോന്നണമേ, നീ ശക്തിയും പ്രൗഢിയും ലഘൂകരിക്കണമേ. അങ്ങനെ ദരിദ്രനും വ്യാകുല ചിത്തനുമായ ഞാൻ അങ്ങേ ദർശിക്കട്ടെ. അപ്പോൾ ദൈവം ഒരു കഷ്ണം അപ്പമായി, ഒരു കപ്പ് ജലമായി, ഒരു പുത്തൻ ഉടുപ്പായി, ഒരു കുടിലായി, കുടിലിനു മുമ്പിൽ ഒരു സ്ത്രീയും മുല കുടിക്കുന്ന കുഞ്ഞുമായി. ദരിദ്രനായ മനുഷ്യൻ ആനന്ദത്തോടെ പുഞ്ചിരിച്ചു, നന്ദി ദൈവമേ, നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ ലളിതമാക്കിയതിന്. ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. ദൈവത്തെ കണ്ടുമുട്ടാൻ ആർഭാടങ്ങളോ അഹങ്കാരമോ സങ്കീർണതകളോ ആവശ്യമില്ല. ലളിത ജീവിതം മതി. കാരണം ദൈവം തീരെ ചെറിയവരിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് ക്രിസ്മസ്. അവൻ പിറന്നിടം അനേകർക്ക് അപ്രാപ്യമായ കൊട്ടാരമായിരുന്നില്ല, മറിച്ച് ആർക്കും കടന്നു ചെല്ലാവുന്ന ഏറ്റവും ലളിതമായ ഒരിടത്തായിരുന്നു. ലാളിത്യമുള്ളനാവുക എന്നാൽ സാധാരണക്കാരിലും സാധാരണക്കാരനാകുക എന്നതാണ്. പുറമേ ഒരാകർഷണവും വശ്യതയുമില്ലാതെ ഓരോ നിമിഷവും ജീവിക്കുക എന്നതാണ്. ലളിതമായി ജീവിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ദൈവികമായ നന്മകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ക്രിസ്മസിനെ പോലെ ശാന്തവും എളിമയും സ്നേഹത്താൽ സമ്പന്നവുമാകട്ടെ. ആ ലളിതമായ സന്തോഷമാണ് ക്രിസ്മസ്. ആമേൻ.